ഒരു ക്ലോത്തിങ് സ്റ്റോർ നടത്തുന്നുണ്ടെങ്കിൽ പോലും സാരിയോടുള്ള ഒരു പ്രേമം എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ്. ബാക്കിയുള്ള ഡ്രസ്സിനേക്കാളും കുറച്ച് റിസ്ക് അല്ലേ സാരി? എങ്ങനെയാണ് നിങ്ങൾ ഉടുക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആ റിസ്ക് എന്ന് വരുന്നത്. ഈ പറയുന്ന പോലെ അത് അത്രയും ഒരു കംഫർട്ട് സോണിൽ വരികയാണെങ്കിൽ ഇതുപോലെ കംഫർട്ട് വരുന്ന അല്ലെങ്കിൽ അത്ര എലഗൻസ് വരുന്ന വേറൊരു ഔട്ട്ഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡെയിലി വെയറിന് പറ്റും. ഇപ്പോൾ ബിഗ് ബോസിന്റെ സീസണാണ്. അപ്പോൾ ആരും ബിഗ് ബോസ് കാണാൻ തുടങ്ങി? ഞാൻ ഇതുവരെ കണ്ടു തുടങ്ങിയില്ല. കാണാറില്ല പൊതുവെ? ആദ്യത്തെ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ സമാധാനത്തോടെ, കാരണം വീട്ടിൽ കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ ഒരു TV ടൈം ഒക്കെ ആയിരിക്കും ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും മറ്റേ അല്ലാതെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതുവരെ ഫസ്റ്റ് എപ്പിസോഡ് പോലും കാണാൻ പറ്റിയിട്ടില്ല. സമാധാനത്തോടെ ഇരുന്ന് കാണാം. ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസ് നിലവിൽ? കുറച്ച് അധികം ആൾക്കാരില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേരുണ്ടല്ലോ. പറയാൻ പറ്റുന്ന ആരാളുണ്ടെങ്കിൽ? ശരത്തേട്ടൻ ഫ്രണ്ടാണ്. അതുപോലെ അനുവായിട്ട് നല്ല പരിചയമാണ്. അനുമോള് നല്ല പരിചയമാണ്. എനിക്ക് രേണു ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഐ എം ഫീലിംഗ് സോ പ്രൗഡ്. ലൈക്ക് പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നിലവിൽ ഇപ്പം എല്ലാവരും പറയണം അനീഷിനെ കുറിച്ചിട്ട് പറയണേ. യെസ് ഞാൻ കണ്ടിരുന്നു. പുള്ളി നല്ല സ്ട്രോങ് പ്ലെയർ ആണെന്ന് തോന്നുന്നു. നല്ല കരുത്തുള്ള ആൾ തന്നെ ജയിക്കട്ടെ. അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് ഒരു ദിവസമാണെങ്കിലും ശരി, കാരണം പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ. അവർക്ക് പല പല സ്വഭാവങ്ങളുണ്ടാവും, പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. പിന്നെ അവിടെ വരുന്ന സമയങ്ങളിലും അവരുടെ മൈൻഡ് സെറ്റ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഫാമിലി മിസ് ചെയ്യും, അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അങ്ങനെ ഒരു സ്ഥലത്തൊന്ന് സർവൈവ് ചെയ്യുന്നത്. ചെറിയൊരു കാര്യമല്ല. വോട്ടിംഗ് കൊടുത്ത 1 വീക്ക് കഴിഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല. ഒരു എപ്പിസോഡ് പോലും കാണാൻ പറ്റില്ല. ഞാൻ സമാധാനത്തോടെ വരുന്നത് കാണാം. ഇപ്പം ശരത്തേടൻ, അനു അങ്ങനെ പേഴ്സണൽ അങ്ങനെ ഭയങ്കര കമ്പനിയുള്ള ആരുമല്ല. എന്നാലും അറിയാവുന്ന കുറച്ച് അധികം ആൾക്കാർ. ഓണം പർച്ചേസിങ് എവിടെ വരെ എത്തി? നടക്കുന്നു. ഇപ്പം ഷോപ്പിലേക്കുള്ള ഓട്ടമാണ്, ഞങ്ങളുടെ ഷോപ്പിലേക്കുള്ള ഓട്ടമാണ്. അപ്പം അതിൻ്റെ പർച്ചേസുമായിട്ടൊക്കെ ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പം അതെല്ലാം കൂടെ കഴിഞ്ഞ് വന്നു, അവിടെ നടക്കുന്നു. എന്നാലും സാരി ഓണം എന്ന് പറയുമ്പോഴേ ഇങ്ങനത്തെ നമ്മുടെ മലയാള പെണ്ണെന്ന് പറഞ്ഞ സാരി തന്നെയാണല്ലോ. എന്തായാലും ഇവിടെ കുറേ കളക്ഷൻസ് ആണ്. പോകുന്ന വഴിക്ക് 2 വാങ്ങിച്ചു. അതെ. ഞാൻ തൊടുപുഴയിൽ ഞാൻ വളരെ കുറച്ച് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര വലിയ ഷോറൂം. എനിക്കൊന്ന് ഞാൻ കണ്ടതിൽ വെച്ച് കുറച്ച് വലിയ ഷോറൂമാണ് ഇവിടുത്തെ. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ഐസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട് നവംബറിൽ. അതിനാണ് വെയിറ്റിംഗ്. ഒരു വർഷം നമ്മുടെ മനു അശോകന്റെ ഉയരയുടെ ഡയറക്ടർ. അപ്പം പുള്ളിയുടെ വെബ് സീരീസ് ആണ്. കുറച്ചധികം കാസ്റ്റ് ഉണ്ട്. പേര് പറയാൻ പറ്റുന്ന നിഖില വിമലുണ്ട്, ശ്രുതി രാമചന്ദ്രൻ, കനി, കുസൃതി. അപ്പം 5 സബ്ജക്റ്റ് ആയിട്ടാണ്. അങ്ങനെ പലവരും സാനി അയ്യപ്പനുണ്ട്. ജോണർ ഏതായിരുന്നു? ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ. രസമാണ്. എന്നത്തേക്കാണ് റിലീസ്? നവംബറാണ് ആസ് ഓഫ് നൗ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിലാണ് നമ്മുടെ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞത്. അപ്പം ഈ ഒരു നവംബറിൽ റിലീസ് ആവുമെന്ന് പറയുന്നു. ക്രിസ്മസ് ട്രീറ്റ് ആയിരിക്കുമല്ലോ. എന്തോ ക്രിസ്മസിന് ട്രീറ്റ് അതേപോലെ ഒരു ട്രീറ്റ് കണക്ക് വരുമായിരിക്കും. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും നിങ്ങൾ കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതൊക്കെ തന്നെ പറയണം. എനിക്കൊന്ന് മാലിക്കിന് ശേഷം എനിക്കൊന്നൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഇതാണ്.